ഇവിടെ ജയിൽ മെനുവിൽ എന്തോ ശനിയാഴ്ച രാവിലെ പ്രാതലിന് ഉപ്പുമാവും വാഴപ്പഴമാണ്. ഉച്ചഭക്ഷണം ചോറിനൊപ്പം തോരനാണ്. ശനിയാഴ്ച മട്ടൻ കറിയുണ്ട്. അത്താഴം കപ്പപ്പുഴുക്ക്, രസം, അച്ചാർ എന്നിവയ്ക്കോ ചോറുണ്ട്. വെള്ളിയാഴ്ച ചോറിനൊപ്പം അവിയൽ, എരിശ്ശേരി, പുളിശ്ശേരി. അന്ന് മട്ടനില്ല. ബുധനാഴ്ച ചോറിനൊപ്പം മീൻകറിയുണ്ട്. പുളിശ്ശേരി അവിയലുമാണുള്ളത് ഉച്ചയ്ക്ക്. ചൊവ്വാഴ്ച ചോറിനൊപ്പം അവിയൽ, സാമ്പാർ, തൈര്. തിങ്കളാഴ്ച ചോറിനൊപ്പം മീൻ വറുത്തതുണ്ട്, പുളിശ്ശേരിയുണ്ട്. പച്ചമീൻ വറുത്ത് നൽകണമെന്ന് നിർദ്ദേശം. വറുത്ത് കോരുമ്പോൾ മീൻ 100 ഗ്രാമിൽ താഴെ ചുരുങ്ങും. അപ്പോൾ അത്രയും നോക്കിയാണ്. തിങ്കളാഴ്ച ചോറിനൊപ്പം അവിയലും തീയലും തൈരൊക്കെ ഉണ്ട്. കോഴിക്കറിയൊക്കെ ഉണ്ട്. എല്ലാ ആഴ്ചയും ഇപ്പം നോൺ വെജ് ആയ ആൾക്കാർ എല്ലാ ആഴ്ചയും മട്ടൻ മട്ടൻ കഴിക്കാൻ പാങ്ങുള്ള എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? ഗോവിന്ദച്ചാമിക്ക് മസിൽ ബലം വരും. ഹാഷ്മി, ഞങ്ങൾ മട്ടൻ കഴിച്ചിട്ട് 6 മാസമായി. അതിനെന്താ കാതെടുക്കുക? നമ്മുടെ നികുതിപ്പണം കൊണ്ട് ഗോവിന്ദച്ചാമി മട്ടൻ കഴിക്കുന്നുണ്ടല്ലോ. ഞാൻ മട്ടൻ കഴിച്ചത് ഏകദേശം 3 കൊല്ലമാകാനായിരിക്കുന്നു. ഞാൻ മട്ടൻ കഴിച്ച കാലം തന്നെ മറന്നു പോയിരിക്കുന്നു. അതവിടെ ഇരിക്കട്ടെ. എടാ, ഇത് വല്ല അംഗനവാടി കുട്ടികൾക്ക് വെച്ചുണ്ടാക്കി കൊടുക്കണം നാറികളെ എന്ന് ഞാൻ പറയുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നാട്ടിലുള്ള പാവം പിടിച്ച പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കുണ്ണയും തള്ളിപ്പിടിച്ച് ജയിലിൽ പോയിട്ട് വേലയ്ക്ക് നോക്കി കിടക്കുന്ന ഗോവിന്ദച്ചാമി പോലുള്ള നാറികൾക്ക് ഈ ജനങ്ങളുടെ നികുതി പൈസയിൽ നിന്ന് ഈ മട്ടനും ചിക്കനും മീൻ പൊരിച്ചതൊക്കെ വെച്ചുണ്ടാക്കി കൊടുക്കുന്നത് ഏത് വിധത്തിൽ ന്യായമാണ് ഊളകളെ എന്ന് ഞാൻ പറയുന്നതിലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. ജയിലൊക്കെ ഒരു സുഖവാസ കേന്ദ്രമായി. എങ്ങനെയാണ് ഗോവിന്ദച്ചാമി പോലുള്ള ഊളകള് നാറികള് ഒന്നും പറയാനില്ല. വിധി അതന്നെ.